ജി സ്യൂട്ട് ആപ്പിൽ നാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലാസ് റൂമിൽ കുട്ടികളെ സ്റ്റുഡൻസിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് റൂം 10th M ICT നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 0 സ്റ്റുഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് സ്കൂളിലെ 10th M വിദ്യാർത്ഥികളെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ബ്ലാങ്ക് ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ നമുക്ക് സ്ട്രീം, ക്ലാസ് വർക്ക്, പ്യൂപ്പിൾ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ പ്യൂപ്പിളിലാണ് നമുക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യേണ്ടത്. അതേപോലെ നമുക്ക് ടീച്ചേഴ്സിനെയും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനായി സ്റ്റുഡൻസിന് നേരെ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ അമർത്തുക. ശേഷം നെയിം ഓർ ഇമെയിൽ അഡ്രസ് എന്നിടത്തിൽ സ്കൂളിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഇമെയിൽ ID നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മൊത്തമായി നമുക്ക് ഈ ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ട്. ആ കോമൺ ഫോർമാറ്റ് സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10th M എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻവിറ്റേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഓരോ കുട്ടിയെ ആണ് ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ കുട്ടിയുടെയും ഇമെയിൽ ID നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. സ്റ്റുഡൻസ് IDയുടെ കോമൺ ഫോർമാറ്റ് school code .admission number @kiteschool.in. ഞാനിവിടെ ഒരു കുട്ടിയുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുകയാണ്. school code .admission number @kiteschool.in. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഇമെയിൽ IDയിൽ സ്പേസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ SS സ്മോൾ ലെറ്റർ ആണ്, അതേപോലെ കൈറ്റ് സ്കൂൾ സ്മോൾ ലെറ്റർ ആണ്. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്ന അതേ ഇമെയിൽ ID തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ താഴെ ആഡ് റെസിപ്പിയന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. സ്റ്റുഡൻസ് ID അവിടെ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിൽ ഇൻവൈറ്റ് എന്ന ഓപ്ഷൻ പ്രത്യക്ഷമാവും. ആ ഇൻവൈറ്റ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് ഇൻവിറ്റേഷൻ പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ക്ലാസ്സിലെ മൊത്തം വിദ്യാർത്ഥികളെ നമുക്ക് ഒരേ ഒരു ഇമെയിൽ IDയുടെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഇമെയിൽ ID നിങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതിനനുസരിച്ച് അത് ടൈപ്പ് ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് വേണ്ടത്. 48 വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ്സിലുള്ളതെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻവിറ്റേഷൻ ഒരു ഇമെയിൽ IDയുടെ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ അബാൻ ഷാമിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് ഇൻവിറ്റേഷൻ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷമായി കാണാൻ പറ്റും അബാൻ ഷാമിൽ 10th M ബ്രാക്കറ്റിൽ ഇൻവൈറ്റഡ്. നമ്മുടെ സമ്പൂർണ്ണയിൽ ഏത് നെയിമിലാണോ വിദ്യാർത്ഥി ഉള്ളത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് കൈറ്റ് ഓരോ വിദ്യാർത്ഥിക്കും ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സമ്പൂർണ്ണയിലുള്ള അതേ പേര് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും.